സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. ഓക്കെ, അപ്പോൾ പുതിയ സബ്ജക്റ്റ്, പുതിയ ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് സ്റ്റീൽ. ഓക്കെ, സ്റ്റീല് ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ നോർമൽ ലൈഫിൽ നിങ്ങൾ ചുറ്റിനുള്ള ഒരു സ്ട്രക്ചേഴ്സൊക്കെ കാണുകയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട് പറയാമോ? എല്ലായിടത്തും യൂസ് ചെയ്യുന്നില്ല. ഫാബ്രിക്കേഷൻ, ഫുഡ് ഇൻഡസ്ട്രി. ക്ലിയർ ആവുന്നില്ല, പറയൂ മാം. പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്. ഓക്കെ, പാത്രങ്ങൾ അതൊക്കെ വിട്. നിങ്ങൾ കൺസ്ട്രക്ഷൻ സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രി, വിൻഡോസ്, സ്റ്റെയർകേസ്, പിന്നെ എവിടെയാണ്? കോൺക്രീറ്റിനകത്ത് സ്റ്റീൽ ഉണ്ട്. പിന്നെ ട്രസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രസ് വർക്ക് കണ്ടിട്ടുണ്ടോ? ട്രസ് കണ്ടിട്ടില്ലേ? ട്രസ് വർക്കുകൾ വീടിന്റെ ഒക്കെ നിങ്ങൾ ടെറസിന്റെ ഒക്കെ മുകളിലായിട്ട് ട്രസ് ഇടാന്ന് കേട്ടിട്ടില്ലേ? ഷീറ്റ് ഇടാ, ഷീറ്റ് ഇടുന്ന കണ്ടിട്ടില്ലേ? അത് സ്റ്റീൽ അല്ലേ? പിന്നെ ചില കാർ പോർച്ചുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഫുൾ സ്റ്റീൽ വെച്ച് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇനി സ്റ്റീൽ ബ്രിഡ്ജസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ റെയിൽവേ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ? ഒരു റെയിൽവേ ട്രാക്ക് സ്റ്റീൽ അല്ലേ? റെയിൽവേ ട്രാക്ക് സ്റ്റീൽ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എക്സാമ്പിൾ ആണ് എവിടെയൊക്കെ നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ സ്റ്റീൽ ബേസിക്കലി രണ്ട് തരത്തിൽ സ്റ്റീലിനെ പറയും. ഒന്ന് റീഇൻഫോഴ്സ്ഡ് സ്റ്റീൽ, അതായത് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സ്റ്റീൽ. ലൈക്ക് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സ്റ്റീല്, അത് റീഇൻഫോഴ്സ്ഡ് സ്റ്റീൽ. ദെൻ സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സ്റ്റീൽ. അത് ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ ട്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രസ്സുകൾ കൊടുക്കുന്നത് സ്ട്രക്ചറൽ സ്റ്റീലാണ്. ഇനി ഈ റെയിൽവേ ബ്രിഡ്ജസിൻ്റെ ഒക്കെ കേസിൽ റെയിൽവേ ബ്രിഡ്ജ് കംപ്ലീറ്റ്ലി സ്റ്റീലിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. അതിന് വേറെ ഡിസൈൻ ആസ്പെക്റ്റുകളുണ്ട്. അപ്പോൾ ഒരു ബ്രിഡ്ജ് ആണെങ്കിൽ, സ്റ്റീൽ ബ്രിഡ്ജ് ആണെങ്കിൽ, ആ സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ ഗർഡർ, ബീം, ഇതെല്ലാം സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടി സ്റ്റീൽ യൂസ് ചെയ്യുന്ന ആ സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ സ്റ്റീൽ. റീഇൻഫോഴ്സ്മെന്റ് പർപ്പസിന് കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്റ്റീലിനെ വിളിക്കുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ. രണ്ട് തരത്തിൽ ജനറലി നമ്മൾ സ്റ്റീലിനെ പറയും. ഓക്കെ, എന്താണ് സ്റ്റീൽ? Steel is an alloy of iron and carbon with traces of other elements. അപ്പോൾ ബേസിക്കലി അയൺ ആണ് ബേസിക് എലമെന്റ്. ഈ അയണിന്റെ കൂടെ കാർബൺ ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് കാർബൺ ആഡ് ചെയ്യുന്നത്? സ്ട്രെങ്ത് കൂട്ടാനായിട്ട്. അപ്പോൾ റോ ഫോമിലുള്ള അയണിനെ നമ്മൾ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം, കാർബൺ ഒന്നും ആഡ് ചെയ്യാതെ ഏറ്റവും പ്യുവർ ഫോമിലുള്ള ഒരു അയണിനെ വിളിക്കുന്ന പേരാണ് റോട്ട് അയൺ. റോട്ട് അയൺ എന്ന് പറയുന്നത് ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ്. കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ്, ലെസ് ദാൻ 0.08% ആണ് റോട്ട് അയൺ. ബട്ട് റോട്ട് അയൺ പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ്, പക്ഷെ അതിനെന്താ സ്ട്രെങ്ത് കുറവാണ്. നമ്മൾ കാർബൺ ആഡ് ചെയ്യും തോറും സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് കൂടും, അയണിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. ഈ കാർബൺ പെർസെൻറ്റേജ് വേരി ചെയ്താൽ നമുക്ക് പലതരത്തിലുള്ള സ്റ്റീൽ കിട്ടും. അപ്പോൾ ടോട്ടൽ കാർബൺ കണ്ടന്റ് വേരീസ് അപ് ടു 1.5%. As the carbon content increases, strength and hardness of steel increases, but ductility decreases. അപ്പോൾ അയൺ എന്ന് പറയുന്ന ഒരു മെറ്റൽ നല്ലപോലെ ഡക്റ്റൈലാണ്. അതിനെ നല്ലപോലെ നമുക്ക് വലിക്കാൻ പറ്റും, എളുപ്പത്തിൽ വലിക്കാനും അതിനെ അടിച്ചു പരത്താനും ഒക്കെ പറ്റും. ബട്ട് കാർബൺ ആഡ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത് കൂടും, ബട്ട് അതിൻ്റെ ഡക്റ്റിലിറ്റി കുറയും. അതിന് എളുപ്പത്തിൽ വലിക്കാനോ ചുരുക്കാനോ ഒക്കെ അതിൻ്റെ ഒരു കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ ഡക്റ്റിലിറ്റി കുറയും, പക്ഷെ സ്ട്രെങ്ത് കൂടും.
കാർബൺ ഏറ്റവും കുറവുള്ളത്, ഏറ്റവും 0.08% കുറവുള്ളതാണ് ഏറ്റവും പ്യുവർ ഫോം ഓഫ് അയൺ, ദാറ്റ് ഈസ് റോട്ട് അയൺ. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള കാസ്റ്റ് അയണിൻ്റെ അകത്തുള്ള കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് 2 to 4% ആണ്. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് ഓഫ് കാർബന്റെ പെർസെൻറ്റേജ് മാറുന്നതനുസരിച്ച് നമുക്ക് സ്റ്റീലിനെ 4 തരത്തിൽ പറയാം. മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ പേരുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് മൈൽഡ് സ്റ്റീൽ? മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് കാർബൺ കണ്ടന്റ് ലെസ് ദാൻ 0.25% ആണ്. ഓക്കെ, ആൻഡ് മീഡിയം കാർബൺ, പേര് പോലെ തന്നെ മീഡിയം ലെവലിലുള്ള കാർബൺ കണ്ടന്റിന്റെ അല്ലെങ്കിൽ കാർബണിന്റെ പെർസെൻറ്റേജ് വേരി ചെയ്യുന്നുണ്ട്, 0.25% to 0.75%. ഇനി ഹൈ കാർബൺ സ്റ്റീൽ ആകുമ്പോൾ വീണ്ടും കാർബൺ പെർസെൻറ്റേജ് കൂടാണ്, 0.75% to 1.25%. ഇതാണ് മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ. ഇത് ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. ആ പർപ്പസ് നമ്മൾ ടാബ്ലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മൈൽഡ് സ്റ്റീൽ എവിടെയാണ്? ഏതെങ്കിലും മോട്ടറിൻ്റെ ബോഡീസ്, ഷീറ്റ് മെറ്റൽ, ബോയിലർ പ്ലേറ്റ്സ്, ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട്. ബോയിലർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലൊക്കെ ബോയിലേഴ്സ് ഉണ്ടാവും, വലിയ ബോയിലേഴ്സ്, അതിനൊക്കെ കവർ ചെയ്ത് കൊടുക്കുന്ന ബോയിലർ പ്ലേറ്റ്സ് ഉണ്ടാക്കാം മൈൽഡ് സ്റ്റീൽ. അതുപോലെ ഏതെങ്കിലും മോട്ടർ, നിങ്ങൾ കാണുന്ന മോട്ടേഴ്സിൻ്റെ ഒക്കെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ ആയിരിക്കും. ദെൻ മീഡിയം കാർബൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് റെയിൽ കണ്ടിട്ടില്ലേ? റെയിൽ, ഹാമേഴ്സ്, സ്പ്രിങ്സ്, വലിയ സ്പ്രിങ്ങുകളൊക്കെ ഉണ്ടാക്കാനും ഹാമേഴ്സും റെയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടെ സ്ട്രെങ്ത് വേണ്ട കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. ഓക്കെ, അതിന് കാർബൺ കണ്ടന്റ് കുറച്ചുകൂടെ കൂട്ടിയപ്പോൾ അത് മീഡിയം കാർബൺ സ്റ്റീലായി. സ്ട്രെങ്ത് വേണ്ട കാര്യങ്ങൾ എന്തിനൊക്കെയാണ്? റെയിൽ, ഹാമേഴ്സ്, സ്പ്രിങ്സിനെല്ലാം മീഡിയം കാർബൺ സ്റ്റീൽ. ദെൻ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടും. ഫോർ മേക്കിംഗ് ചിസൽസ്, ഹാമേഴ്സ്, സോ, സ്മിത്തി ടൂൾസ്, ആക്സസ്, ഈ പറയുന്ന മെഷീൻ എല്ലാ കട്ടിംഗ് മെഷീൻ എല്ലാത്തിനും സ്ട്രെങ്ത് കൂടുതൽ വേണം അല്ലേ? നമുക്ക് ഒരു സാധനത്തിനെ കട്ട് ചെയ്യാൻ സമയത്ത് സ്ട്രെങ്ത് കൂടുതൽ വേണം. ഈ പറയുന്ന ചിസൽ, ഹാമർ, ഇതെല്ലാം എന്താണ്? ടൂൾസ് ആണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കുറച്ച് സ്ട്രെങ്ത് ആവശ്യമുണ്ട്. സ്ട്രെങ്ത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എന്ത് കൊടുക്കുന്നു? ഹൈ കാർബൺ സ്റ്റീൽ കൊടുക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പേര് പോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താണ്? തുരുമ്പെടുക്കാത്തതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താണ്? കാർബൺ ഉണ്ട്, സർട്ടൻ എമൗണ്ട് ഓഫ് കാർബൺ. അത് കൂടാതെ അതിൽ നിക്കലും ക്രോമിയവും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നിക്കലും ക്രോമിയവും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ബേസിക്കലി സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ്? കൊറോസീവ് ആണ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ തുരുമ്പിക്കും ഇല്ലേ? ഇരുമ്പ് എപ്പോഴും തുരുമ്പുണ്ടാക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ എങ്ങനെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലിന് തുരുമ്പുണ്ടാവുന്നില്ല. അതിന് കാരണം എന്താണ്? കാർബൺ അല്ലാതെ അതിനകത്ത് നിക്കലും ക്രോമിയം എന്ന് പറയുന്ന 2 എലമെന്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആർക്കിടെക്ചറൽ പാനൽസ്, കർട്ടൻ വാൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റീല് ബേസിക്കലി എങ്ങനെയാണ് അതിൻ്റെ കോമ്പോസിഷൻ എന്നുള്ളതാണ്. ആ ഒരു കാർബൺ കണ്ടന്റിന്റെ വേരിയേഷന്റെ ബേസിൽ 4 തരത്തിൽ സ്റ്റീൽ ഉണ്ട്. മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി ഇതിൽ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 0.25%, ഏറ്റവും കുറവ് കാർബൺ പെർസെൻറ്റേജ് ഉള്ള സ്റ്റീലിൻ്റെ വെറൈറ്റി മൈൽഡ് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന, ഏറ്റവും അവൈലബിൾ ആയിട്ട് നമ്മൾ ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റിന് യൂസ് ചെയ്യും, സ്ട്രക്ചറൽ സ്റ്റീലായിട്ടും യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു സ്റ്റീലാണ് മൈൽഡ് സ്റ്റീൽ. അപ്പോൾ മൈൽഡ് സ്റ്റീലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ നോക്കാം. എന്ന് വെച്ചാൽ മൈൽഡ് സ്റ്റീൽ കാർബൺ കണ്ടന്റ് കുറവാണ്. അപ്പോൾ കാർബൺ കണ്ടന്റ് കുറയുമ്പോൾ എന്താണ്? അതിനകത്ത് ഡക്റ്റിലിറ്റി കൂടും അല്ലേ? ഡക്റ്റിലിറ്റി കൂടാന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഏറ്റവും കൂടുതൽ അതിന് ടെൻസൈൽ ലോഡ് എടുക്കാൻ പറ്റും. ടെൻസൈൽ ലോഡ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ എന്താണ്? 2 എൻഡിൽ നിന്ന് ഇതിനെ പുള്ള് ചെയ്യാണ്. അപ്പോൾ പുള്ള് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ, ഡക്റ്റിലിറ്റി ഉള്ളൊരു മെറ്റീരിയലിനെ നല്ലപോലെ ടെൻഷൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഡക്റ്റൈലാണ്, മാലിയബിൾ ആണ്. എന്താണ് മാലിയബിലിറ്റി? അറിയോ ആർക്കെങ്കിലും? മാലിയബിലിറ്റി എന്താണ്? വലിച്ചു നീട്ടുന്ന പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറയുന്നത് അടിച്ചു പരത്താൻ അതെ. അപ്പോൾ ഒരു സ്റ്റീലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അടിച്ച് പരത്തി ഒരു തിൻ പ്ലേറ്റ് ഒക്കെ ആക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി. അപ്പോൾ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്ക് എളുപ്പം ഡക്റ്റൈലാണ്, മാലിയബിളും ആണ്. പിന്നെ ഇറ്റ് ഈസ് ടഫ്, മോർ ഇലാസ്റ്റിക് ദാൻ റോട്ട് അയൺ ആൻഡ് കാസ്റ്റ് അയൺ. അപ്പോൾ റോട്ട് അയൺ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ് അയണിൻ്റെ, അതിനൊട്ടും സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ കാസ്റ്റ് അയണിനെയും റോട്ട് അയണിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് മൈൽഡ് സ്റ്റീൽ എപ്പോഴും ടഫായിരിക്കും,
മോർ ഇലാസ്റ്റിക് ആയിരിക്കും. വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഡീഫോം ചെയ്യുകയാണ് ഏതെങ്കിലും തരത്തിൽ. ഇപ്പം അത് വലിച്ചു നീട്ടാണ്. വലിച്ചു നീട്ടിയാലും ആ ലോഡ് നമ്മൾ കളഞ്ഞാൽ, ലോഡ് നമ്മൾ റിമൂവ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം മൈൽഡ് സ്റ്റീൽ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ്. നമ്മളതിനെ വലിച്ചാലും ഒക്കെ ആ ലോഡ് അപ്ലൈ ചെയ്യുന്നത് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അത് തിരിച്ചു വരും. അതാണ് ഇലാസ്റ്റിസിറ്റി. ഇനി മൈൽഡ് സ്റ്റീൽ ഈസ് പോസിബിൾ ഫോർ പെർമനൻറ്റ് മാഗ്നറ്റൈസേഷൻ. നമ്മൾ സ്റ്റീല് നമ്മൾ ജനറേറ്റേഴ്സിനകത്തൊക്കെ എന്ത് ചെയ്യും, സ്റ്റീല് വലിയ ഇതൊക്കെ വെച്ചിട്ട് മാഗ്നറ്റൈസ് ചെയ്യും ഇല്ലേ. അപ്പോൾ എന്താണ് പെർമനൻറ്റ് മാഗ്നറ്റൈസേഷൻ കൊടുക്കാൻ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈസിലി വെൽഡഡ് ആൻഡ് റിവെറ്റഡ്, സ്ട്രോങ് ഇൻ ടെൻഷൻ, കംപ്രഷൻ ആൻഡ് ഷിയർ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 7.8 ആണ്. ഓക്കെ, നമ്മുടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയായിരുന്നു? 2.6 ആയിരുന്നു. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കാം, ഒരു സ്റ്റോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.6, 2.7 ആ റേഞ്ചിൽ വരും. സ്റ്റീലായപ്പോൾ എത്ര വന്നു? 7.8 ആയി, കൂടി അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി കൂടാന്ന് പറഞ്ഞാൽ ചെറിയ വോളിയത്തിൽ മാക്സിമം വെയിറ്റ് ഉണ്ടാവുക, ഡെൻസിറ്റി കൂടും. സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടാന്ന് പറഞ്ഞാൽ വോളിയത്തിൽ, ചെറിയ വോളിയത്തിൽ തന്നെ കുറേ വെയിറ്റ് ഉണ്ട് അല്ലേ. സ്റ്റീലൊക്കെ എടുത്താൽ വെയിറ്റ് കൂടുതലല്ലേ, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ് 7.8. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഹാർഡൻ ആൻഡ് ടെമ്പർ. ഇപ്പോൾ ഹാർഡനിങ്, ടെമ്പറിങ് എന്നൊക്കെ പറയുന്നത് കുറേ പ്രോസസ്സുകളാണ്. നമ്മുടെ സ്റ്റീലിന് കുറേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് കൊടുക്കാൻ പറ്റുന്ന പ്രോസസ്സുകളാണ്. ഹാർഡൻ ചെയ്യുക, ടെമ്പറിങ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സ്. മൈൽഡ് സ്റ്റീൽ ഹാർഡൻ ചെയ്യാനും ടെമ്പർ ചെയ്യാനൊക്കെ ഡിഫിക്കൾട്ടാണ്. ജസ്റ്റ് പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. ഈ മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പല സ്റ്റീൽ സെക്ഷനുകളുണ്ട്. അത് ചാനൽ സെക്ഷൻ, ഐ സെക്ഷൻ, ടി സെക്ഷൻ, അതൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ മൈൽഡ് സ്റ്റീൽ റൗണ്ട് ബാർസ് റീഇൻഫോഴ്സ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്ത് നമ്മൾ സെക്ഷനുകൾ ഉണ്ടാക്കും. സ്ട്രക്ചറൽ സ്റ്റീൽ പല സെക്ഷനുകളുണ്ട്. അത് നമ്മളിപ്പം അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെന്താണ്, കുറേ യൂസസ് ഉണ്ട്. ഇത് റൂഫ് കവറിങ്ങിന് യൂസ് ചെയ്യാം, കൺസ്ട്രക്ഷൻ്റെ സമയത്ത് സ്റ്റീൽ ട്യൂബ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം, അതുപോലെ മെഷീൻ പാർട്സ് ഉണ്ടാക്കാം. അപ്പോൾ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വൈഡ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു സ്റ്റീലിൻ്റെ വെറൈറ്റിയാണ്. അത് അതിൻ്റെ യൂസസ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മാർക്കറ്റ് ഫോംസ് ഓഫ് സ്റ്റീൽ. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീലിൻ്റെ പല ഫോമുകളുണ്ട്. 12 എണ്ണം ഉണ്ട്. ഇതെല്ലാം 12 എണ്ണവും എന്താണ്, നമ്മുടെ സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ വെറൈറ്റീസ് ആണ്. ഞാൻ പറഞ്ഞു റീഇൻഫോഴ്സ്ഡ് സ്റ്റീൽ ഉണ്ട്, സ്ട്രക്ചറൽ സ്റ്റീൽ ഉണ്ട്. സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സ്ട്രക്ചറൽ സ്റ്റീൽ. അത് 12 തരത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, 12 ഫോം. അപ്പോൾ നമ്മുടെ ഏതാണോ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണോ സ്റ്റീൽ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ സ്റ്റീലിന് ഓരോ പേരുണ്ട്. നോക്കാം, ആംഗിൾ സെക്ഷൻ, ചാനൽ സെക്ഷൻ, ടി സെക്ഷൻ, ഐ സെക്ഷൻ, ഫ്ലാറ്റ് ബാർസ്, സ്ക്വയർ ബാർസ്, റൗണ്ട് ബാർ, എക്സ്പാൻഡഡ് മെറ്റൽ, പ്ലേറ്റ്, കൊറുഗേറ്റഡ് ഷീറ്റ്, പൈപ്പ്, ട്യൂബ് ഷീറ്റ്, റിബ്ഡ് സ്റ്റോർ സ്റ്റീൽ. ഇത് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് മെയിൻലി ചോദിക്കുക ഈ ഒരു കാര്യമായിരിക്കും സ്റ്റീലിനെ റിലേറ്റ് ചെയ്ത്. ഫസ്റ്റ് വൺ, ആംഗിൾ സെക്ഷൻ. അപ്പോൾ ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടി സ്റ്റീൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്, ഈ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ബാർ. നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത് ഒത്തിരി ലെങ്ത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ലേ, ലെങ്ത്തിലാണ് നമുക്ക് സ്റ്റീൽ കിട്ടുക. ആ ലെങ്ത്തിൽ ഉള്ള സ്റ്റീലിൻ്റെ ഒരു എവിടെയെങ്കിലും നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്ഷൻ, ആ ഒരു ക്രോസ് സെക്ഷൻ എങ്ങനെ കാണും, അതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആംഗിൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ സ്റ്റീൽ മെമ്പറിൻ്റെ ഒരു സെക്ഷൻ ആംഗിൾ ഷേപ്പിലായിരിക്കും. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് പാർട്സ് ഉണ്ടാവും, രണ്ട് ഈക്വൽ രണ്ട് ലെഗ് ഉണ്ടാകും. അതിന് ഓരോ പാർട്ടിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഫിഗർ കണ്ടറിഞ്ഞിടാവും, ഒരു ലെഗ്, ഒരു ഹൊറിസോണ്ടൽ ലെഗും ഒരു വെർട്ടിക്കൽ ലെഗും, അങ്ങനെ ഒരു ആംഗിൾ ഷേപ്പിലുള്ളതാണ് ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ സ്ട്രക്ചറൽ സ്റ്റീൽ എലമെൻസിനെ നെയിം ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നെയിമിംഗ് ആണ്. അപ്പോൾ ഇതിൽ ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ ISA എന്ന് ഡിനോട്ട് ചെയ്യും. ഇത് തന്നെ 2 തരത്തിലുണ്ട്, ഈക്വൽ ആംഗിൾ സെക്ഷനും അൺഈക്വൽ ആംഗിൾ സെക്ഷനും. എന്താണ് ഈക്വൽ ആംഗിൾ? ഈക്വൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 2 ലെഗിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കും, അതാണ് ഈക്വൽ ആംഗിൾ സെക്ഷൻ. അൺഈക്വൽ ആംഗിൾ സെക്ഷൻ എന്താണ്, 2 ലെങ്ത്തും വെവ്വേറെ ആയിരിക്കും.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് പറയുക? ഇതിൻ്റെ സൈസ് പറയുന്നത് ഇപ്പോൾ 20 mm ഇൻറ്റു 20 mm ഇൻറ്റു 3 mm. അതിൽ 20 mm എന്ന് പറയുന്നത് ഇത് ഈക്വൽ ആംഗിൾ സെക്ഷനാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആംഗിൾ സെക്ഷൻ, രണ്ട് ലെഗും സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ 20 mm ഇൻറ്റു 20 mm എന്ന് പറഞ്ഞാൽ രണ്ട് ലെഗിൻ്റെ ഈക്വൽ ആണ് ലെങ്ത്. അതെത്രയാണ്? 20 mm ഇൻറ്റു 3 mm. ഈ 3 mm എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ് ആണ്. ഈ ഒരു തിക്നെസ് ഇല്ലേ, അതാണ് 3 mm എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് 20 mm തൊട്ട് 200 mm വരെ നമുക്ക് ലെങ്ത്തിൽ ഈ പറയുന്ന സ്റ്റീൽ ആംഗിൾ സെക്ഷൻ അവൈലബിൾ ആണ്. കണ്ടോ, പല സൈസിലുള്ള ആംഗിൾ സെക്ഷൻ ഫിഗർ നോക്കുക, കാണുന്നുണ്ട്. സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നല്ല ലെങ്ത്തിലുള്ള സ്റ്റീൽ മെമ്പറിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്താൽ കാണുന്ന ആ ഒരു ക്രോസ് സെക്ഷനെയാണ് സെക്ഷൻ. അപ്പം ആംഗിൾ സെക്ഷന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും? ആംഗിൾ ഷേപ്പിലായിരിക്കും, രണ്ട് ലെഗ് ഉണ്ടാകും. അത് തന്നെ ഈക്വൽ ആംഗിളും ഉണ്ട്, അൺഈക്വൽ ആംഗിളും ഉണ്ട്. സൈസ് ഇന്ന തൊട്ട് ഇന്ന വരെ വേരി ചെയ്യും. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ആംഗിൾ സെക്ഷൻസ് ആർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റീൽ റോഡ് ട്രസ്സസ്, സ്റ്റീൽ കോളം, സ്റ്റീൽ ബീം. ഇപ്പം സ്റ്റീലിൻ്റെ കോളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീൽ ബീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി സ്റ്റീൽ റോഡ് ട്രസ് വർക്കിൽ സ്റ്റീൽ റോഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കൊടുക്കുന്നത് ആംഗിൾ സെക്ഷൻ ആയിരിക്കും. ക്ലിയർ ആയോ എന്താണ് സെക്ഷൻ, ആംഗിൾ സെക്ഷൻ പറഞ്ഞത്? ഇനി നിങ്ങൾ എവിടെയെങ്കിലും ട്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ കോളോ ബീമോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കുക അതിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണെന്ന്. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ എല്ലാം നല്ല ലെങ്ത് ഉള്ള മെമ്പറുകളെ കാണുള്ളൂ. സൂക്ഷിച്ച് നോക്കിയാൽ അതിന് ഓരോന്നിനും ഓരോ സെക്ഷൻ കാണാം. ഈ സെക്ഷൻ എല്ലാത്തിനും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോഡ് എടുക്കാൻ പറ്റും. ഓരോ പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പർപ്പസിന് ഇന്ന സെക്ഷനിലുള്ള സ്റ്റീൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം. Then next one is channel section. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ഫസ്റ്റ് പറഞ്ഞത് ആംഗിൾ സെക്ഷൻ. അപ്പോൾ സി സെക്ഷൻ, ചാനൽ എന്ന് പറയുന്നത് സി ഷേപ്പിൽ. അപ്പോൾ ഫിഗർ കണ്ടാലേ സി ഷേപ്പിലായിരിക്കും. സി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു അപ്രോക്സിമേറ്റ് സി ഷേപ്പ്. അപ്പോൾ സി ഷേപ്പിൽ ഒരു വെർട്ടിക്കൽ മെമ്പറും രണ്ട് ഹൊറിസോണ്ടൽ മെമ്പറും ഉണ്ട്. സി ഷേപ്പിലായിരിക്കും അതിൻ്റെ സെക്ഷൻ ഉണ്ടാവുക. അതിനകത്തുള്ള ആ വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് വെബ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പറിനെ വെബ് എന്നും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പറിനെ നമ്മൾ ഫ്ലാഞ്ച് എന്നും വിളിക്കും. അപ്പോൾ ചാനൽ സെക്ഷനിൽ എന്തുണ്ട്? ഒരു വെബും ഉണ്ട്, രണ്ട് ഫ്ലാഞ്ചും ഉണ്ട്. ഈ രണ്ട് ഫ്ലാഞ്ചിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഹൈറ്റ് ഓഫ് ദ വെബും വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ചും. ഈ വെബിൻ്റെ ഹൈറ്റും ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്തും. ഓക്കെ, അപ്പം അവൈലബിൾ സൈസ് എന്ന് പറയുന്നത് 100 mm ഇൻറ്റു 45 mm ടു 400 mm ഇൻറ്റു 100 mm. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഹൈറ്റ് ഓഫ് ദ വെബ്, രണ്ടാമത്തെ ടേം വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച്. അപ്പോൾ ഇതൊരു ചാനൽ സെക്ഷനെ വരച്ച് കാണിച്ചിട്ടുള്ളതാണ്. ഇതിൽ കാണുകയാണെങ്കിൽ അറിയാം ഹൈറ്റ് ഓഫ് ദ വെബ് എത്രയാണ്? തന്നിട്ടുള്ള സെക്ഷന്റെ ഹൈറ്റ് ഓഫ് വെബ് എത്രയാണ്? ഇവിടെ ഹൈറ്റ് ഓഫ് വെബ് എന്ന് പറയുന്നത് എന്താ? ഈ വെർട്ടിക്കൽ മെമ്പറിന്റെ ഹൈറ്റ്. അത് വെബ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പറാണ്. ഹൈറ്റ് ഓഫ് ദ വെബ് എന്ന് പറയുമ്പോൾ ഈ ഒരു 300 mm വരച്ചിട്ടില്ലേ ഇതിന്റെ ഹൈറ്റ് 300 mm. വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്, ഇതിന്റെ താഴെ ഉണ്ടാവും ഈ ലെങ്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇതിനെ ഡിസിഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് ഓഫ് ദ വെബ് ആയിരിക്കും ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആയിരിക്കും. ഇനി ഇത് യൂസ് ചെയ്യുന്നത് ബീം, കോളം, ട്രസ്. മെയിൻലി എപ്പോഴും ഈ സ്ട്രക്ചറൽ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ബീമും കോളം ട്രസ് വർക്കിനുമാണ്. അപ്പോൾ ആംഗിൾ സെക്ഷന് യൂസ് ചെയ്യുന്നത് അതിനൊക്കെ തന്നെ, ചാനൽ സെക്ഷന് യൂസ് ചെയ്യുന്നത് ബീമും കോളം ട്രസ് വർക്കിന്. നെക്സ്റ്റ് വൺ ഈസ് ചാനൽ സെക്ഷൻ തന്നെ നമുക്ക് പല തരത്തിലുണ്ട്. ചാനൽ സെക്ഷൻ തന്നെ IS ജൂനിയർ ചാനൽ, ലൈറ്റ് ചാനൽ ആൻഡ് മീഡിയം ചാനൽ. അത് നിങ്ങൾക്ക് ഡെപ്തിൽ പഠിക്കേണ്ട. നിങ്ങൾ അതിനകത്ത് ജൂനിയർ, ലൈറ്റ്, മീഡിയം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ വിഡ്ത്തിൻ്റെ ബേസിലൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഈ പേര് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ സെക്ഷൻ എഴുതാൻ നേരത്ത് ഈ പേരുകളൊന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ചാനൽ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ചാനൽ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ചാനൽ. ഓക്കെ, അത് ചാനലിൻ്റെ തന്നെ പല വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ ഐ സെക്ഷൻ. ഐ സെക്ഷൻ നോക്കുക,
ഐ സെക്ഷൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരു ഐ പോലെ, ഒരു വിട്ടും 2 ഫ്ലാഞ്ചും ഉണ്ട് 2 എൻഡിലും, പക്ഷേ എന്താണ് ഐ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും വെബിൻ്റെ ഹൈറ്റും ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്തും തമ്മിൽ. ഇനി ഇത് ഏറ്റവും കൂടുതൽ ഈ ഐ സെക്ഷൻ എന്ന് പറയുന്നതാണ്, ഐ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ സെക്ഷൻ. കാരണം ഇത് ഏറ്റവും എക്കണോമിക്കൽ സെക്ഷനാണ്. ഐ എന്ന് പറയുന്ന ഒരു ഷേപ്പ് നമ്മുടെ എക്കണോമിക്കൽ സെക്ഷനാണ് ഡിസൈൻ ആസ്പെക്റ്റിൽ. അതുകൊണ്ട് തന്നെ ബീമിൻ്റെ കേസ്, ബീം, കോളം, അങ്ങനെ ലോഡ് എടുക്കുന്ന ഹെവി ലോഡൊക്കെ വരുന്ന കുറേ കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഐ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എല്ലാം സെയിം ആണ്, സെക്ഷൻ മാറുന്നു. ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് വെബും വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ചും ആയിരിക്കും. സൈസ് വേരി ചെയ്യും, ഇത്ര തൊട്ട് ഇത്ര വരെ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മെയിൻലി എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, സ്ട്രോങ്സ്റ്റ് ആൻഡ് മോസ്റ്റ് എക്കണോമിക്കൽ ഓഫ് ഓൾ സെക്ഷൻ. ഇത് സ്ട്രോങ്സ്റ്റ് ആണ്, എക്കണോമിക്കലാണ് ഡിസൈൻ ആസ്പെക്ട് നോക്കുന്ന സമയത്ത്. അൺഈക്വൽ ഐ സെക്ഷൻസ് വിത്ത് ഹെവി വെയിറ്റ് ആർ യൂസ്ഡ് ആസ് റെയിൽ. നിങ്ങൾ റെയിൽ പാളം കണ്ടിട്ടില്ലേ? റെയിൽവേ ട്രാക്ക് കണ്ടിട്ടില്ലേ? ആ റെയിൽവേ ട്രാക്കിലുള്ള സ്റ്റീൽ റെയിൽസ് ഐ സെക്ഷൻ ആയിരിക്കും. എങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ്? ഒരു മുകളിൽ ചെറിയ വിഡ്ത്ത് ആയിരിക്കും, താഴെ വിഡ്ത്ത് കൂടിയ തരത്തിലുള്ള റെയിൽ. ഇനി റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് റെയിൽ നോക്കിയാൽ മതി. റെയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ നേരെ നോക്കുമ്പോൾ, നിങ്ങൾ മുകളിൽ നോക്കുമ്പോൾ അതെല്ലാം ഒരേ ലെവലിൽ പോകുന്ന ഒരു റെക്റ്റാങ്കുലർ സ്റ്റീൽ മെമ്പർ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊരു ഐ ഷേപ്പിലായിരിക്കും. കാരണം റെയിൽസ് ഒക്കെ ഹെവി ലോഡ് എടുക്കുന്ന സ്ട്രക്ചറുകളാണ്. ഹെവി ലോഡ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എക്കണോമിക്കൽ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് ഐ സെക്ഷൻ ആയിരിക്കും. ഇനി മോളി പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം, ലൈറ്റ് ബീം, മീഡിയം ബീം, വൈഡ് ഫ്ലാഞ്ച് ബീം, ഹെവി ബീം എന്നൊക്കെ പറയുന്നത് ഈ ഐ സെക്ഷൻ്റെ തന്നെ പല തരത്തിലുള്ള മെമ്പറുകളാണ്, പല പേരുകളാണ്, പല വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇനി യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? കോളം, പർലിൻ, ട്രസ് ആൻഡ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷനിൽ സ്റ്റീൽ കൊടുത്ത് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഐ സെക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ടി സെക്ഷൻ. ഇതെല്ലാം സെക്ഷൻ്റെ ഷേപ്പ് മാറുന്ന അനുസരിച്ച് പല ആംഗിൾ സെക്ഷൻ ആണ്. എന്താണ് ടി സെക്ഷൻ എന്ന് പറയുമ്പോൾ? ക്രോസ് സെക്ഷൻ ഏത്? ടി എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഷേപ്പിലിരിക്കും. ഒരു വെബും ഒരു ഫ്ലാഞ്ചും ഉണ്ടാകും. അതിനപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓവറോൾ വിഡ്ത്ത്, ഡെപ്ത്ത്. ഓക്കെ, അപ്പോൾ ഡെപ്ത്ത്, വിഡ്ത്ത്, പിന്നെ അതിൻ്റെ തിക്നെസ്സും. അപ്പോൾ 20 mm ഇൻറ്റു 20 mm ഇൻറ്റു 8 mm എന്ന് പറയുമ്പോൾ വെബിൻ്റെ ഹൈറ്റ് 20 mm, ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് 20 mm ആൻഡ് തിക്നെസ് 8 mm. ഓക്കെ, ഇനി ഇതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? റൂഫ് ട്രസ്, പിന്നെ ബിൽട്ടപ്പ് സെക്ഷൻ, ചിമ്മിനി, സ്റ്റീൽ ബ്രിഡ്ജസ്. അപ്പോൾ ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. സ്റ്റീൽ ബ്രിഡ്ജസ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടി സെക്ഷനാണ്. ദെൻ ചിമ്മിനി ഉണ്ടാക്കുന്ന സ്റ്റീൽ ചിമ്മിനികളൊക്കെ ഉണ്ട്, വലിയ ഇൻഡസ്ട്രിയൽ ചിമ്മിനീസ് ഒക്കെ സ്റ്റീലിൻ്റെ കൊടുക്കലുണ്ട്. ദെൻ ബിൽട്ടപ്പ് സെക്ഷൻ, ഓൾറെഡി നമ്മൾ ബിൽട്ടപ്പ് ആയിട്ടുള്ള സ്റ്റീൽ വെൽഡ് ചെയ്ത് ഉണ്ടാക്കുന്ന സെക്ഷനുകളുണ്ട്, അത് ടി സെക്ഷൻ ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ ടിയിൽ വരുന്നുണ്ട്. ചാനൽ സെക്ഷനും ഐ സെക്ഷനും പറഞ്ഞ പോലെ തന്നെ ടി സെക്ഷൻ്റെ കേസിലും കുറച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെറൈറ്റീസ് ഉണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നോർമൽ ടി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ടി, ഷോർട്ട് ടി ആൻഡ് മീഡിയം ടി. അത് ആ ഒരു സൈസിൻ്റെ വേരിയേഷനിലാണ് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഇൻഡെപ്ത് നോക്കണ്ട. നെക്സ്റ്റ് വൺ ഫ്ലാറ്റ് ബാർ. പേര് പോലെ തന്നെ ബാർ ഷേപ്പ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിട്ടുള്ള ബാർസ് ആയിരിക്കും. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 3 to 4 mm വരെ വിഡ്ത്തിൽ നമുക്ക് ഫ്ലാറ്റ് ബാർസ് അവൈലബിൾ ആണ്. ഇനി ഫ്ലാറ്റ് ബാർ, സ്റ്റീൽ ബാർസ് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഗ്രിൽ വർക്ക് ഉണ്ടാക്കുന്നതിനും വിൻഡോ, ഗേറ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ ഫ്ലാറ്റ് ബാർസ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും കോമൺലി കാണുന്ന കാര്യങ്ങളാണ് ഗ്രില്ല്, വിൻഡോ, ഗേറ്റ്. അപ്പോൾ ബാർ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ബാർ, വിഡ്ത്ത് 3 mm തൊട്ട് 40 mm വരെ അവൈലബിൾ ആണ്. ഫ്ലാറ്റ് ബാർ പോലെ തന്നെ സ്ക്വയർ ബാർ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വ്യത്യാസം എന്തിനാണ്? ആകെ ക്രോസ് സെക്ഷനിലാണ് വ്യത്യാസം വരുന്നത്. സ്ക്വയർ ബാറിൻ്റെ ക്രോസ് സെക്ഷൻ എന്താണ്? സ്ക്വയർ ഷേപ്പിലാണ്. ആ സ്ക്വയറിൻ്റെ സൈസ് മാറും തോറും നമുക്ക് പലതരത്തിലുള്ള ബാർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്.
അപ്പം ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ എല്ലാവരും? ആ യെസ് മാം. ഓക്കെ. സ്ക്വയർ ബാർസ് എന്ന് പറയുമ്പോൾ പല ഷേപ്പിലുള്ള അല്ലെങ്കിൽ പല സൈസിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ബാർ ആയിരിക്കും. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നത് 5 mm തൊട്ട് 25 mm വരെ സൈസിലുള്ള സ്ക്വയർ ബാർസ് അവൈലബിൾ ആണ്. അതും യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഗ്രില്ല്, വിൻഡോ, ഗേറ്റിനൊക്കെ. ദെൻ റൗണ്ട് ബാർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റൗണ്ട് ഷേപ്പിലുള്ള ബാർ ആയിരിക്കും. അതിൻ്റെ ഡയമീറ്ററിൻ്റെ ബേസിലാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. 5 mm തൊട്ട് 25 mm വരെ ഡയമീറ്റർ ഉള്ള റൗണ്ട് ബാർ. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് പെർ മീറ്റർ ലെങ്ത്തിൽ 1.5 ന്യൂട്ടൺ ടു 38 ന്യൂട്ടൺ. ഇതെല്ലാം ജസ്റ്റ് കോമൺലി അവൈലബിൾ ആയിട്ട് സാധനം നമ്മളിങ്ങനെ ഓരോ വാല്യൂസ് ഓർത്ത് വെക്കാന്നേ ഉള്ളൂ. ഓക്കെ. ബേസിക്കലി എന്താണ്? ഓരോ ഷേപ്പിനനുസരിച്ചാണ് ഈ ബാറുകളെല്ലാം മാറിയിട്ടുള്ളത്. widely used as reinforcement in concrete structure, then construction of steel grill work, etc. അപ്പോൾ ഇത് റൗണ്ട് ബാർ ഇൻഡസ്ട്രിയൽ ഫോം നമ്മൾ പറയുമ്പോൾ ഇതിന് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് ബാർ ഇനി പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ നിർത്താം. ടൈം ആയില്ലേ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഞാനപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ PPTയും ഇതും കൂടെ ഒരുമിച്ച് ഷെയർ ചെയ്ത് തരാം. കുറച്ച് ഇവിടെ വർക്കുള്ള കാരണമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാതിരുന്നത്. വിട്ടുപോയതാണ്. ഓക്കെ. ഇന്ന് ഞാനത് ഷെയർ ചെയ്യാം. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, miss. Thank you, miss. Thank you, ma'am.